ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ എങ്ങനെയായിരുന്നു? എ ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് തോന്നിയത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. മറ്റൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് ഒരു ശത്രു ഉണ്ടെന്നുള്ളത് വിചാരിക്കുക, നമ്മുടെ അടുത്ത് ഭയങ്കര ദ്രോഹമൊക്കെ ചെയ്തൊരു ശത്രു ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഈ ശത്രു ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു സെന്റിമെന്റൽ മൂഡിലൊരു സാധനം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മനസ്സൊരു കശ്മലനാണ് ഗൈസ്. അവനങ്ങ് അലിയും. അപ്പോൾ നമ്മുടെ വീക്ക്നെസ് ഒന്നും അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇപ്പം ശത്രു ആണെങ്കിൽ പോലും നമുക്ക് തോന്നുന്ന കാര്യം അങ്ങനെയാണ്. പക്ഷേ ദിയാകൃഷ്ണയുടെ ദിയാകൃഷ്ണൻ നമ്മുടെ ശത്രു കാര്യങ്ങളൊന്നും അല്ലല്ലോ. പക്ഷേ അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ദിയാകൃഷ്ണയുടെ ആ ഒരു വീഡിയോക്കകത്ത് ദിയാകൃഷ്ണൻ സംസാരിക്കുന്ന കാര്യങ്ങളും പറഞ്ഞ കാര്യം കേട്ടപ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ട് നമുക്കൊരു സങ്കടം തോന്നി, അയ്യോടാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തോന്നി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കിന് സംഭവം അതിനകത്തൊരു പ്രൊമോഷൻ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബ്രാൻഡ് ഇങ്ങനെ പ്രൊമോഷനൊക്കെ കൊടുക്കുന്ന സമയത്തേക്കിന് ചില ബ്രാൻഡുകൾ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട് വ്യൂവർഷിപ്പിൻ്റെ. അപ്പം ഒന്ന് രണ്ട് വീഡിയോസ് അവർ പറയുന്നത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 വീഡിയോസ് ചിലപ്പോൾ ഇടേണ്ടതായിട്ട് വരാറുണ്ട്. ഒറ്റ വീഡിയോയ്ക്ക് തന്നെ അത് അച്ചീവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു ഒറ്റ വീഡിയോക്കകത്തോടെ ഒരു വ്യൂവർഷിപ്പ് വരണമെങ്കിൽ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പല ആളുകളും പല ഗിമിക്കുകളും കാണിക്കാറുണ്ട്. ഇനി അതുപോലെ എന്തെങ്കിലും ആണോ എന്നുള്ളൊരു ഡൗട്ടും കൂടെ ഇവരായതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാമല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മുന്നോട്ട് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാണെങ്കിൽ ഒരു വീഡിയോക്കകത്തോടെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വ്ളോഗ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു സൈഡിലൊരു ഹോബി ആയിട്ട് ഞാൻ ചെയ്യുന്നത്. എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി പറ്റുമ്പോഴൊക്കെ ഞാൻ വ്ളോഗ് ഇട്ട് പോകുന്നതാണ്. അല്ലാതെ ഞാൻ എന്താ പറയുക, ആരെയും വെറുപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ട് ഇടുന്നതല്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അശ്വിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഓമിക്കുട്ടിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വ്ളോഗ് ഇടുന്ന ഒരാളാണ്. 1 സെക്കൻഡ് സ്വിഗ്ഗി വന്നു. ദിയാകൃഷ്ണ ഓഡിയൻസിന് ഇപ്പം അവരെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇടുന്നു എന്നുള്ളതാണ് പറയുന്നത്. മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ട് തന്നെയല്ലേ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഞാൻ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ആൻഡ് ഇത് പറയുമ്പോഴും ദിയാകൃഷ്ണയുടെ ഡാഡി കോൾ റീസെൻ്റ്ലി കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു, ഈ കൃഷ്ണകുമാർ കുടുംബം കൂടി എന്ത് ചെയ്യുമായിരുന്നു? ഒറ്റ ചോദ്യം, സിമ്പിൾ ചോദ്യം. ഇതിനൊക്കെ പുറകോട്ട് ആലോചിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ എല്ലാത്തിനും ഒരു കാരണം കാണും. കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം പലർക്കും ജീവിതം തുലച്ചു കളാം. ഞങ്ങൾക്ക് ഈ കോവിഡ് ഇല്ലായിരുന്നില്ലല്ലോ, ഞങ്ങൾ പെട്ടുപോയതിന്. കോവിഡ് ഈ ബോണിങ് ഡിസ്ഗൈസ് എന്നൊക്കെ പറയില്ലേ, യഥാർത്ഥത്തിൽ അതാ സംഭവിച്ചത്. അല്ല, അപ്പം നിങ്ങൾക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങൾ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്നുള്ളത് പുള്ളി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാമല്ലോ. ഇത് മാത്രമല്ല, ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണെന്ന് പറയുമ്പോൾ പോലും ഇവിടിനകത്തൊരു പ്രൊമോഷൻ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഐ ഷുഡ് യു ബൈ എമ്മ മാട്രസ് എന്നുള്ളത് ഞാനൊരു കുറച്ച് പോയിന്റ്സ് തരാം. അത് കേട്ട് നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിന് ഓർത്തോപീഡിക് സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ എന്നെ പോലെ പോസ്റ്റ്മോർട്ടം മദേഴ്സ് ഓർ ഫീഡിംഗ് ദ ബേബി, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കംഫർട്ടും സപ്പോർട്ടും ആയിരിക്കും നിങ്ങളുടെ ബോഡിക്ക്. ബിക്കോസ് എന്നെ പോലെ ഒരാളാണെങ്കിൽ ഒടുക്കത്ത് നടുവേനയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ പോലെ നല്ല നടുവേനയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ പോലത്തെ ആൾക്ക് പറ്റിയൊരു പെട്ടാളുണ്ട്. ഇറ്റ് ഗിവ്സ് യു സോ മച്ച് ഓഫ് കംഫർട്ട് ആൻഡ് സപ്പോർട്ട്. എമ്മ മാട്രസിൻ്റെ ആണ്. അപ്പം ഓഡിയൻസിന് വേണ്ടിയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇത് നിങ്ങളൊരു പ്രൊമോഷൻ ചെയ്തില്ല. ബ്രാൻഡിൻ്റെ ചെയ്യുന്ന പൈസ ഒന്നും വാങ്ങാതെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഓഡിയൻസിന് നടുവേനുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപകാരപ്പെടുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ. ബ്രാൻഡിൻ്റെ ചെയ്യുന്ന പൈസ വാങ്ങിച്ചിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ ഡാഡി കൂള് പറഞ്ഞ കാര്യം ശരിയല്ലേ. യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമല്ലേ. അപ്പോൾ പറയുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇടുന്നതല്ലല്ലോ. ഇതിനകത്തുനിന്ന് നമുക്ക് ചിക്ലി കിട്ടണ്ടല്ലോ, മന്തിയൊക്കെ വാങ്ങിച്ച് കഴിക്കണ്ടേ. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെയൊക്കെ വ്ളോഗിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയോ അമ്മയുടെയോ ഒക്കെ വ്ളോഗിൻ്റെ അടിയിലോ വന്നിട്ട് നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തവർ, എന്നെ ദ്രോഹിച്ചിട്ടും എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ അവരുടെ വീട്ടിൻ്റെ പുറത്തിറങ്ങി ചെന്ന് കല്ലെറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ അവരുടെ വീട്ടിൻ്റെ വെളിയിൽ നമ്മളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. നമ്മളായിട്ട് പോയി നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടെന്ന് അവിടെ പൊട്ടനാവുന്ന നമ്മൾ അവരുടെ സത്യത്തിന് ഒരു ബിഗ്ഗസ്റ്റ് ഫാനാണ്. ബിക്കോസ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിൽ വെളിയിൽ നമ്മൾ എന്തിനു പോയി നിന്ന് കല്ലെറിയണം? നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവർ മരിച്ചതുപോലെ നമ്മളങ്ങ് പെരുമാറുക. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അതേപോലെ ഇപ്പോൾ എന്നെന്നല്ല, ഏതൊരു യൂട്യൂബറോ ഏതൊരു പബ്ലിക് ഫിഗറോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വെരി സിമ്പിൾ, നമുക്കിപ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ അതിൻ്റെ മുകളിൽ സാധനം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഡോണ്ട് ഷോ ദിസ് ചാനൽ ടു ബി എന്നൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോയോ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല. മനസ്സിലായില്ലേ? അത് കറക്റ്റാണ്. നമുക്കിപ്പോൾ ഒരാളുടെ വീഡിയോസ് ആണ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നോട്ട് ഇൻട്രസ്റ്റോ ബ്ലോക്കോ ചെയ്ത് വിട്ടാൽ മതി. ഇതിനകത്ത് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് താല്പര്യമില്ല കണ്ട് എന്തിനാണ് ഇവർ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് പോയിട്ട് വെറുതെ ഇങ്ങനെ ഇഷ്ടമല്ല തന്നെ എന്നോട്ട് കാണാൻ വേണം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് താല്പര്യമില്ല നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് ബ്ലോക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ വിട്ടാൽ മതി. പക്ഷേ ഇത് നിങ്ങൾക്ക് കൂടെ ആപ്ലിക്കബിൾ ആണെന്നുള്ളത് നിങ്ങളതൊന്ന് ചിന്തിക്കണം. കാരണം എന്ന് വെച്ചാൽ മുമ്പൊരിക്കൽ നമ്മുടെ ലൈഫ് ഓഫ് അനന്തു ബ്രോവിൻ്റെ വീട്ടിലോട്ട് പോലീസുകാരെയൊക്കെ വിട്ടിട്ട് നിങ്ങൾ ചെയ്തേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ.
നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത വീഡിയോസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തോ കാര്യങ്ങളൊക്കെ വിട്ടാൽ മതി. അന്നേരം പോലീസുകാരെ വിടുക, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ പറഞ്ഞ പോലെ സെയിം കാര്യം തന്നെ നിങ്ങളുടെ കാര്യത്തിൽ അത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് മൈ വ്ലോഗ് ഫോർ യു ടിൽ ദാറ്റ് ലാസ്റ്റ് പേഴ്സൺ സേസ് ഡോണ്ട് അപ്ലോഡ്. മനസ്സിലായില്ലേ? അത് മൈൻഡാണ്. ഇപ്പം നമ്മുടെ വീഡിയോസ് ഇപ്പോൾ എത്ര ആൾക്കാർ ഇപ്പം അൺസബ് അടിച്ച് പോയെന്ന് പറഞ്ഞാലും, നമ്മളെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോയെന്ന്, നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് പോകുമെന്ന് പറഞ്ഞാലും, നമ്മളെ കാണാൻ ഒരാളെങ്കിൽ ഒരാൾ, അപ്പോൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുന്ന അത് മൈൻഡ്. ഒരു ക്രിയേറ്ററിന് വേണ്ടുന്ന ആ ഒരു എനർജി, ആ ഒരു പവർ, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ ഇതിനകത്തൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരുടെ മുഖമൊക്കെ ഉണ്ടല്ലോ, ഞാനൊരു ഒത്തിരി സ്പീഡ് 1.3x കേട്ടോ ഞാനിത് ഇട്ടേക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് വീഡിയോ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നോർമൽ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കാണുമ്പോഴത്തേക്കിന് ഉള്ളിൽ എന്തോ സങ്കടമൊക്കെ തട്ടിയിട്ടേ, കാര്യം കുറേ ഇങ്ങനെ എയറിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കുറച്ച് ഉള്ളിൽ നല്ലൊരു സങ്കടം പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്യുന്നുള്ളതെന്ന് തോന്നുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് എന്നുള്ളൊരു സംഭവം നമുക്ക് തോന്നുന്നുണ്ടോ? ഉള്ള കാര്യം ഹോണസ്റ്റ് ആയിട്ട് പറയണമല്ലോ. അപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അവരവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പോൾ ഏതൊരു ഇൻഫ്ലുവൻസറോ ഏതൊരു വ്ളോഗറോ ആരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതൊരാൾക്ക് ഫേക്ക് ചെയ്യാതിരിക്കാം. മനസ്സിലായില്ല? ഇപ്പോൾ ഞാൻ ലോകത്തെ ഏറ്റവും നല്ലൊരാളായിട്ട് എനിക്ക് പോർട്രേ ചെയ്ത്, എനിക്ക് വീഡിയോ ഇട്ട്, എനിക്ക് എഡിറ്റ് ചെയ്ത്, ഇപ്പോൾ നിങ്ങളെല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്ന ഒരാളായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാം. മനസ്സിലായില്ലേ? ബിക്കോസ് അത്രേ ഉള്ളൂ. അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു മായാജാലം പിടിച്ചൊരു ലോകം. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എല്ലാ വ്ളോഗേഴ്സും എന്താ പറയുക യൂട്യൂബേഴ്സും, നിങ്ങളിപ്പോൾ അവരെ കണ്ടിട്ട് നമ്മളിപ്പോൾ വന്നിട്ട് നിങ്ങൾ അവരെ പോലെ ആവും ഇവരെ പോലെ ആവും ദയവ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ വീഡിയോ ഇടുന്നവർ റിയൽ ലൈഫിൽ ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായി? നമുക്ക് ആരെയും പേഴ്സണലി നമുക്ക് അറിയത്തില്ല. വീഡിയോയിൽ അവർ എന്താണോ ചെയ്യുന്നത് അതേ നിങ്ങൾ കാണുന്നുള്ളൂ, അതേ ഔട്ട്സൈഡ് ലോകത്തിന് അറിയാവുള്ളൂ. ഞാനെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണ് എന്നെ വീഡിയോയിൽ കാണുന്നത് അത് തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. അല്ലെങ്കിൽ മേ ബി ഈവൻ മച്ച് ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കാം ഞാൻ. നിങ്ങൾ ചിലപ്പോൾ എന്നെ നേരിട്ട് കണ്ടുള്ള ഒരാൾ പോലും എൻ്റെ അടുത്ത് പിന്നീട് ഉണ്ട് നിങ്ങൾ അഹങ്കാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ പേഴ്സണലി നോ മൈസെൽഫ്. ഐ എം എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെല്ലാവരും ഞാൻ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നെ പറ്റിക്കാൻ പറ്റുന്നവരൊക്കെ എന്നെ പറ്റിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. അത് എന്നെ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അറിയായിരിക്കും. ഇത് ഞാൻ ഒരു എന്താ പറയുക, ഐ എം നോട്ട് ട്രൈങ് ടു പ്രൂവ് എനിത്തിങ്, പക്ഷേ ഐ എം ജസ്റ്റ് ട്രൈങ് ടു മേക്ക് തിങ്സ് ക്ലിയർ ഓർ ജസ്റ്റ് ഗിവ് എ ക്ലോഷർ ടു ദ പീപ്പിൾ ഹു ജസ്റ്റ് റാൻഡംലി കമ്മിങ് ഇൻ ഈ കമന്റ് ഇട്ടിങ്ങനെ മോശമായിട്ട്. ഇപ്പോൾ അശ്വിൻ്റെ ആയാലും എൻ്റെ ആയാലും നമ്മുടെ ഫാമിലി ലൈഫിൽ ലൈക്ക് ടച്ച് വുഡ് വി ലൈക്ക് വെരി ഹാപ്പി. നമ്മൾ ഓമിക്കുട്ടനായാലും നമ്മുടെ ഫാമിലി ലൈഫായിട്ട് വി ആർ ലീഡിങ് വെരി ഹാപ്പിലി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫിലായാലും ഇപ്പോൾ എൻ്റെ ഫാമിലിയിലായാലും അശ്വിൻ്റെ ഫാമിലിയിലായാലും ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോളിയാണ്. ഈ വന്ന് കമന്റ് ഇടുന്നവരാണ് അവർ കരഞ്ഞു ഇവർ കരഞ്ഞു, അവരെ മൈൻഡ് ചെയ്തില്ല ഇവരെ മൈൻഡിലെന്ന് പറഞ്ഞു. ഓഫ് ദ ക്യാമറ വി ആർ ഓൾ ഹാപ്പി. നമ്മുടെ കളിലൊക്കെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ ഞാൻ ഇപ്പോഴും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, കാണിക്കുന്നത് മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. നിങ്ങളുടെ ലൈഫ് അങ്ങനെ അടിപൊളിയാണ്, ഓഫ് ദി ക്യാമറ അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെ. എല്ലാവരുടെ ലൈഫും അങ്ങനെ തന്നെ ആയിരിക്കണം. ഹാപ്പി ആയിട്ട്, അടിപൊളിയായിട്ട്, പീസ്ഫുള്ളായിട്ട്, കിക്കിടിലായിട്ട് തന്നെയാണ് എല്ലാവരുടെ ലൈഫ് പോകേണ്ടത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞ പോലെ തന്നെ റിയൽ വീസസ് റിയാലിറ്റി. പല ആളുകളും റിയൽ ലൈഫിൽ റിയൽ ഫേസ് പലപ്പോഴും ഫേക്ക് ചെയ്ത് പല ആൾക്കാർ നിൽക്കാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്കും എക്സ്പോസ്ഡ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ദിയ കൃഷ്ണയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ റിയൽ ആണ്, എൻ്റെ റിയൽ ഫേസ് തന്നെയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്യാമറക്കകത്തോടെ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ റിയൽ ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു റിയാലിറ്റി നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫേക്ക് ചെയ്യുകയാണെങ്കിലും റിയാലിറ്റി കാണിക്കുകയാണെങ്കിലും ഇത് നമ്മൾ പബ്ലിക്കിലോട്ടാണ് കൊണ്ടിടുന്നത്. പബ്ലിക്കിലോട്ട് കൊണ്ടിടുന്ന സമയത്തേക്കിന് നമ്മളുടെ ഓഡിയൻസ്, നമ്മളെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ്, ഇത് പബ്ലിക്കായിട്ട് ആളുകൾ അതിനെ ഓഡിറ്റ് ചെയ്യും അല്ലേ? അപ്പം നിങ്ങൾ ഇന്നലകളിൽ ചെയ്ത അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ശരികേടുകൾ ഉണ്ടെങ്കിൽ ശരികേടാണെന്ന് തന്നെ പറയും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. ഇപ്പോഴും നമ്മളെ പറ്റിയിട്ട് നല്ലതെന്ന് മാത്രം ആൾക്കാർ പറയില്ലല്ലോ അല്ലേ? ഇപ്പം നിങ്ങളുടെ മുൻപത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കാവിലമ്മ എന്ന് വഴി കൂടെ പോകുന്നവരൊന്നും നമ്മുടെ കാവിലമ്മയൊന്നുമല്ല അമ്മ എന്ന് വിളിക്കാനെ കൊണ്ട് നിങ്ങൾ പറഞ്ഞു തരും. പിന്നെ അമ്മ ഇല്ലാത്തവരൊക്കെ അമ്മ എന്ന് വിളിക്കട്ടെ, ആ ഒരു രീതിയിൽ നിങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ നാക്കിൻ്റെ വിഴവായിരിക്കാം, പക്ഷേ അതുപോലെ ഇടുന്ന സമയത്തേക്കിന് ആൾക്കാർക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള സാധനങ്ങൾ വരത്തില്ല അല്ലേ? പിന്നെ നിങ്ങളുടെ ഇത് പറയുമ്പോഴും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ചെയ്യാൻ നോട്ട് ചെയ്ത സംഭവമാണ്, ഓമി ഷുഡ് ഓൾസോ ഗെറ്റ് എ പാർട്ണർ ഇൻ ഫ്യൂച്ചർ ലൈക്ക് ഓസി, ദെൻ ഓൺലി ഷീ വിൽ ഫീൽ ദി ഇമോഷൻസ് ഓഫ് അശ്വിൻസ് ഫാമിലി. ഇപ്പം ദിയ തന്നെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, യൂഷ്വലി ഹിസ് പേരൻസ് സേ ദേ വെയർ വെരി പ്രൗഡ് ഓഫ് മീ ഫോർ മേക്കിംഗ് ദെയർ സൺസ് ആൻഡ് ദെയർ ലൈഫ് ബെറ്റർ. ഈസ് ദാറ്റ് വാട്ട് യു മെന്റ്? ദെൻ യു ആർ ഓൺ പോയിന്റ് മൈ ഡിയർ ഹേറ്റർ എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി ഇവിടെ റിപ്ലൈ കൊടുത്തേക്കുന്നത്. നമ്മളൊരാൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളത് വിളിച്ച് പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുത്ത കാര്യത്തിന് എന്താണ് നമ്മൾ ചെയ്തു കൊടുത്തത് അതിനൊരു വാല്യൂ ഇല്ലാണ്ടായി പോവുകയാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്തിട്ട് പിന്നെ ഞാൻ അയാൾക്ക് എന്നെ പോലെ ചെയ്തു കൊടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് മൂന്നാമതൊരാൾ കേൾക്കുമ്പോൾ എന്താണ് വിചാരിക്കുക? ഇത് ദിയാകൃഷ്ണ തന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ദിയാകൃഷ്ണ സ്വയം ഒന്ന് ഓഡിറ്റ് ചെയ്തുമ്പോഴത്തേക്കിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇങ്ങനെ കൂടി ചിന്തിക്കുന്നുണ്ട് അല്ലേ എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ
കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ഇതിനകത്ത് മറ്റൊരാൾ ഇതിന് റിപ്ലൈ ഇട്ടിട്ടുള്ളതാണ്, ഈ ദിയയും അശ്വിൻ്റെ വീട്ടുകാരും തമ്മിൽ ചേരില്ല, അത് നാട്ടിൽ പാട്ടാണ്, ഇവളുടെ അച്ഛൻ ഇടപെട്ട് സോൾവ് ആക്കി കൊണ്ടുവരുന്നത്, കല്യാണത്തിന് മുന്നേ കള്ളസ്നേഹം കാണിച്ച് ഇവനെ കിട്ടാൻ, അതിനുശേഷം കറിവേപ്പില പോലെയായി, ഇവളുടെ വിചാരം ഇതൊന്നും ആരും അറിയില്ല എന്ന, കൊച്ചിൻ്റെ പിറന്നാളിന് വഴക്കായിട്ട് അവർ ആരും വരാഞ്ഞത് അല്ലേ ദിയ, അല്ലാതെ വിളിക്കാഞ്ഞിട്ടല്ല, പിന്നെ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്, അല്ലാതെ ആരെങ്കിലും ഈ കുടുംബമായി ബന്ധം വെക്കുമോ? അപ്പോൾ ഇവരുടെ ഫാമിലിയിൽ എന്താണ് പ്രശ്നം എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല, നമ്മൾ നേരിട്ട് പോയി കണ്ട സംഭവം കാര്യങ്ങളൊന്നും അല്ല. ഈ അടുത്ത് കണ്ടേക്കുന്ന സംഭവം നിങ്ങൾ മറ്റേ തൻവി അമ്മുമ്മ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് തന്നെ പബ്ലിക്കിൽ കൊണ്ടിട്ടേക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നില്ല. അഹാനകൃഷ്ണ വന്ന് പിന്നീട് പറയുക ഇട്ടേക്കുന്ന ഭയങ്കര ഇമ്മച്ചുവർഡായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്തേക്കിന് ആൾക്കാർക്ക് ആ ഒരു അഭിപ്രായങ്ങൾ പറയില്ലേ. കാര്യം ഫാമിലിയിൽ നിങ്ങളുടെ പേഴ്സണൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വഴക്കം കാര്യങ്ങളൊക്കെ അത് വീട്ടിലിരിക്കേണ്ടുന്ന സംഭവങ്ങളൊക്കെ തന്നെയല്ലേ. പിന്നെ ഇപ്പോൾ ഒരു ഫോൺ കോളിനപ്പുറം തീർക്കാൻ പറ്റുന്ന സാധനങ്ങൾ പിന്നെ വഷളായി പോയിരിക്കുന്ന സംഭവം. ഇപ്പോൾ ഇതിനകത്ത് ഈ കമൻറ്റ് പറഞ്ഞേക്കുന്ന ഇനി ഉള്ളതാണോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല. ഇങ്ങനെ കണ്ട സംഭവം ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഇത്തരത്തിൽ ഇപ്പോൾ പബ്ലിക്കോട്ട് വരുന്ന സമയത്തേക്കിന് ആൾക്കാർ അതിനെ പിന്നെ ഓഡിറ്റ് ചെയ്യും. നിങ്ങൾ ഒരു റിയൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ബിക്കോസ് ഞാൻ ഇങ്ങനെ തന്നെയാണ്. കമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാർ പറയുന്ന പോലെയൊക്കെ ചെയ്ത് ജീവിക്കാൻ നമ്മളെ കൊണ്ട് ഈ ലോകത്ത് ആർക്കും പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ അവരെ വെച്ച് ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് എനിക്ക് റിയൽ ലൈഫിൽ വേറെ ബിഹേവിയറും ക്യാമറയുടെ മുമ്പിൽ വന്ന് വേറെ പോലെ ബിഹേവ് ചെയ്യുന്ന ചിലവരെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം, മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് അതുപോലെ ആവും ഇതുപോലെ ആവുമെന്ന് എൻ്റെ അടുത്ത് ദേവി ആരും പറയരുത്. പ്ലീസ് ഡോണ്ട് കമ്പയർ മീ വിത്ത് എനിബഡി. ഐ ഹാവ് മൈ ഓൺ എനർജി. ഐ പേഴ്സണലി നോ മൈ സെൽഫ്. സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ പണ്ടും ഇന്നും ഇനി എന്നും സഹായിക്കുന്ന ഒരാളാണ് ഞാൻ. പുള്ളിക്കാരി രണ്ടാമത്തെ തവണയാണ് ഈ വീഡിയോക്കകത്ത് എടുത്തു പറയുന്നത് വേറെ ആരെയും കമ്പാരിസൺ ചെയ്യുന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇനി പേളിമാണിനെ കുറിച്ചാണോ അല്ലെങ്കിൽ മറ്റേ തൻവീനെ കുറിച്ചാണോ പറഞ്ഞെന്നുള്ള സംഭവം നമുക്കറിയത്തില്ല. കാര്യം വെച്ചാൽ ഇത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ അടുത്ത് തന്നെ പേളിമാണിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് വെച്ച് ഇവരെ പറ്റിയിട്ട് ഒരു കമ്പാരിസൺ നേരത്തെ പേളിമാണി കയറി പോകുന്നതിന് മുന്നേ ഒരു കമ്പാരിസൺ ഇവരായിട്ടുള്ള ഒരു ചർച്ചകൾ കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. ഇനി അതാണോ എന്നറിയത്തില്ല. പിന്നെ ഇനി തൻവിയുടെ കേസാണോ എന്നറിയത്തില്ല. കാര്യം തൻവി അമ്മൂമ്മേനെ നോക്കുന്നൊരു സംഭവം ഇനി അത് വെച്ച് പറയുന്നതാണോ എന്ന് അറിയത്തില്ല. എനിക്ക് എന്നും ഐ വോണ്ട് ദിസ് എനർജി ടു ബി വിത്ത് മീ. അതേപോലെ തന്നെ ഇപ്പോൾ അഹാന ആയിക്കോട്ടെ, ഇഷാന ആയിക്കോട്ടെ, ഹൻസിക ആയിക്കോട്ടെ, ഇവരെയൊക്കെ പേഴ്സണലി അറിയാമെന്നുള്ളവർക്ക് അറിയാം. ദേ ആർ ഓൾ ഗുഡ് ഹ്യൂമൻ ബീങ്സ്. എല്ലാവർക്കും അവരുടേതായ ഗുഡ് സൈഡ് ഉണ്ട്, ബാഡ് സൈഡ് ഉണ്ട്. അതേപോലെ ഈ കമന്റ് ഇടുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് സൈഡ് ബാഡ് സൈഡ് ഉണ്ട്. ഈ കമന്റ് നമ്മൾ പോയിന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ സ്വയം നമ്മൾ പോയിന്റ് ചെയ്യുക, ആം ഐ എ ഗുഡ് പേഴ്സൺ, ആം ഐ പെർഫെക്റ്റ്. ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് അപ്പുറത്തെ ഒരാളെ തെറി പറയാൻ പറ്റത്തുള്ളൂ, മനസ്സിലായി. അപ്പോൾ നമ്മളൊരു റോങ് കമന്റ് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഫിൽട്ടർ ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ആം ഐ ബീങ് കൈൻഡ് ഇനഫ്? ഇസ് ദിസ് കമന്റ് നെസസറി? ആം ഐ ഗെയിനിങ് എനിത്തിങ് ഗുഡ് ഔട്ട് ഓഫ് ഇറ്റ്? ഈ 3 കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ലോകത്ത് ആരെയും തെറി വിളിക്കാനോ കുറ്റം പറയാനോ തോന്നത്തില്ല, മനസ്സിലായില്ലേ. ഇതിൽ ഫസ്റ്റ് ദിയകൃഷ്ണ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് വരുന്ന വിമർശനങ്ങൾ, വിമർശനങ്ങൾ മാത്രം നിങ്ങളെ സപ്പോർട്ട് ചെയ്തും കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ വരുന്ന വിമർശനങ്ങൾ നമ്മളിപ്പോൾ നല്ലൊരു പേഴ്സൺ ആണെങ്കിൽ മാത്രമേ വിമർശിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മോശം വശങ്ങൾ, ഈ പറഞ്ഞ എനിക്ക് തന്നെ എന്തോരം മോശം വശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാ മനുഷ്യരും അത്ര പെർഫെക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കരുതിയിട്ട് നമ്മളൊരു മുന്നിലൊരു കാര്യം കാണുന്ന സമയത്തേക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ പാടില്ല. നമുക്ക് അതിനകത്തുള്ള ശരി തെറ്റുകൾ നോക്കിയിട്ട് നമുക്കതിനകത്ത് പറയാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് നടന്ന സമയത്തേക്കിന് ഈ ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പൊസിഷൻസിലിരിക്കുന്ന ഓരോ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇവരെ പേഴ്സണലി അറിയുകയോ അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവരെ വിമർശിക്കാൻ പറ്റൂ അല്ലെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ എന്നാണോ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ നാട്ടിലെല്ലാവരും ഹരിചന്ദ്രന്മാരൊന്നും അല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മോശം വശങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് മുന്നിലൊരു തെറ്റ് കാണുന്ന സമയത്തേക്ക് അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? ഇപ്പം നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഡാഡി കൂള് അന്ന് ടൊവിനോ തോമസ് പുള്ളി ആ പ്രൊട്ടസ്റ്റിന് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തേക്കിന് ടൊവിനോ തോമസ് പുള്ളീനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ പ്രൊട്ടസ്റ്റിന് പങ്കെടുത്തേക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ ഡാഡി കൂൾ ഒരു പോസ്റ്റ് ഇട്ടത്, അങ്ങ് കാശ്മീരിൽ എല്ലാത്തിനും അടിച്ചോടിക്കാൻ അറിയാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡൽഹിയിലെ കാര്യമാണോ പിന്നെ നമുക്ക് പാടാം എന്നുള്ള രീതിയിൽ പുള്ളി ഇടുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ഡാഡി കൂൾ പെർഫെക്റ്റാ ആ ഒരു പ്രൊട്ടസ്റ്റിൽ? ഇപ്പം നിങ്ങൾ തന്നെ ആദ്യം ആ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തേക്കുന്ന ഒന്നും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പറയാൻ നോക്കി. പക്ഷേ നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ അടുത്ത സ്റ്റോറി ഇടുന്നത് ആ പ്രൊട്ടസ്റ്റിൽ വന്നിട്ട് കണ്ട സ്റ്റുഡൻസ് ചെയ്തേക്കുന്ന കാര്യമില്ല. സ്റ്റുഡൻസ് പിന്നെ ചുമ്മാതിരിക്കണോ? സ്റ്റുഡൻസ് തിരിച്ച് അങ്ങോട്ടേക്ക് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യത്തില്ലേ? ഞാൻ അന്ന് അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. അതിനുശേഷം നിങ്ങൾ ആൾക്കാർ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് തുടങ്ങിയപ്പോൾ പിന്നെ നിങ്ങൾ അഹാന ആ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടതിനെ നിങ്ങൾ പിന്നീട് എടുത്ത് റീഷെയർ ചെയ്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അവിടെ എഗൻസ്റ്റ് ആയിട്ട് നിന്നപ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ഡാഡി കൂൾ അതിന് എഗൻസ്റ്റ് ആയിട്ടൊക്കെ നിന്ന സമയത്തേക്കിന് ആ വന്നേക്കുന്ന കുട്ടികളെ തന്നെ എന്തോരം ഇങ്ങനെ വർത്താനം കാര്യങ്ങൾ ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുക കുട്ടികളെന്നുള്ള മാറ്റിയൊക്കെ വന്നേക്കുന്ന ആൾക്കാരെയൊക്കെ ഇതിൽ വിമർശിക്കുകയും അല്ലെങ്കിൽ അത് ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ്, നിങ്ങളുടെ ഡാഡി കൂൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു രീതിയിൽ പറഞ്ഞത്?
സോ നമ്മൾ ഇത് പറയുമ്പോഴത്തേക്കിന് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് ചൂണ്ടുന്നു എന്ന് പറയുമ്പോൾ സ്വയം നമ്മളൂടെ ഒന്ന് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾക്ക് കൂടി ആപ്ലിക്കബിൾ ആണ്. നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ്, ഓക്കെ. ആൻഡ് ഇവിടുത്തെ റിയാലിറ്റി എന്തൊക്കെയാണ്, ഇത് സോഷ്യൽ മീഡിയ ആണ്, ഇത് പബ്ലിക്കിൽ ഓഡിറ്റ് ഉണ്ടാകും. ഒരു ലിമിറ്റിന് അപ്പുറത്തോട്ട് പോകുന്ന സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് എന്നുള്ള നിലയിലോട്ട് ഒരാൾ ഡിസർവിങ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും അതിനെ എൻഡോസ് ചെയ്തില്ല. അത് തെറ്റ് തന്നെയാണ്. അത് ഒരാൾക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ വരുമ്പോഴത്തേക്കും വിമർശനങ്ങൾ ഉണ്ടാവും, അല്ലെ? ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലൊക്കെ വിമർശനങ്ങൾ വരുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് പിന്നീട് നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. അത് അതിൻ്റെ ഒരു പ്രോസസ്സാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ നമുക്കെന്തോ ഈ പറഞ്ഞ വിമർശനങ്ങളോ ട്രോളോ ആയിരുന്നു വരാത്ത ആൾക്കാർ അല്ല. നമുക്കിതെല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ്, ഇതിന്റെ പരിപാടികൾ ഇങ്ങനെയാണ്. ലൈക്ക് മീ ജസ്റ്റ് ഡോണ്ട് വാച്ച് മൈ വ്ലോഗ്, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് നിങ്ങളോടും ദേഷ്യമില്ല. ലൈക്ക് എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരായാലും എന്താ പറയുക, എൻ്റെ നല്ലത്, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ വ്ലോഗിലൂടെ ആയാലും ചിലപ്പോൾ അറിയാതെ പോലും എന്തെങ്കിലും നല്ല ചെയ്തിട്ടുണ്ടാവാം. എൻ്റെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് റിയാക്ഷൻ വീഡിയോ ഇടുന്ന റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കുന്നവരാണ് എനിക്ക് ആക്ച്വലി അറിയേണ്ടത്. അതെന്താ ആരും ചെയ്യാത്തതെന്നാണ് അറിയാത്തത്. ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൾവേസ് നെഗറ്റീവ്. നോ, ക്യാൻ ബി പോസിറ്റീവ് ഓൾസോ. ഐ നോ നെഗറ്റിവിറ്റിക്കാണ് കൈയടി കൂടുതൽ കിട്ടുന്ന, വ്യൂ കിട്ടുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അതേ ഉള്ളൊരു വഴി, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എന്നെ പറ്റി നിങ്ങൾക്കോ, നിങ്ങളുടെ ഡാഡി കൂടെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ ആ കൊറോണ ടൈമിലുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു വഴി? നിങ്ങളുടെ ഡാഡി കൂടെ പറഞ്ഞ കാര്യമാണ് ഇത്. സംഭവം എനിക്ക് ഒരേ സമയം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെ അല്ല, കുറച്ചുകൂടെ മുന്നോട്ട് കേൾക്കുമ്പോഴാണെങ്കിൽ അയ്യോ എന്നുള്ളൊരു സംഭവം തോന്നിയത്. പക്ഷേ ഇത് കാണുമ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അല്ല, നിങ്ങൾ മോശം പറയുന്ന എല്ലാവരെയും പറ്റി ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും നല്ലത് കണ്ടുപിടിക്കാൻ പറ്റുമോ അവരുടെ ലൈഫിൽ? എന്നാൽ അവരെ പറ്റി ഒരു പോസിറ്റീവ് റിയാക്റ്റീവ് വീഡിയോ ഇടുക. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് റിയാക്ഷൻ വീഡിയോ കണ്ടു തുടങ്ങിയാലോ? ദാറ്റ് വുഡ് ബി നൈസ് ടു, റൈറ്റ്? വൈ ബി സോ റൂഡ്, വൈ ബി സോ ക്രൂവൽ? നമ്മുടെ ലോകം ഇപ്പം അങ്ങനെയായി മാറിയിരിക്കുക. സോ ലെറ്റ്സ് ഓൾ ബി മോർ കൈൻഡ് ആൻഡ് ലവിങ് ടുവേർഡ്സ് ഈച്ച് അതർ. ആരായാലും എന്തായാലും, ആണായാലും പെണ്ണായാലും വയസ്സായ ആളായാലും അവർ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി വല്ലതും അറിയാവോ? ഇല്ല. എന്നുണ്ടെങ്കിൽ ഡോണ്ട് കമന്റ് എനിത്തിങ്. മനസ്സിലായില്ലേ? നല്ലത് കമന്റ് ചെയ്യണമെന്നില്ല. ആരുടെയും ഒന്നിൻ്റെ അടിയിൽ നിങ്ങൾ നല്ലത് കമന്റ്, ബിക്കോസ് ഫ്രീ ആയിട്ട് നിങ്ങൾ ആർക്കും നല്ലത് കൊടുക്കണ്ട. പക്ഷേ ഫ്രീ ആയിട്ട് മോശം കൊടുക്കാമെങ്കിൽ നല്ലതും കൊടുക്കാമല്ലോ. അത്ര ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഈ ഒരു പോർഷനിലും ഞാൻ മറ്റേ 1.3x ഇട്ടാണ്. നിങ്ങൾ നോർമലി ഇത് കാണുന്ന സമയത്തേക്കിന് ഇത് കണ്ടപ്പോഴത്തേക്കിന് പുള്ളിക്കാരിയിട്ട് വൈസോ റൂഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കിന് ടു ബി ഹോണസ്റ്റ് എനിക്കൊരു ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സൊരു കശ്മലാണ് സുഹൃത്തുക്കളെ. അവനങ്ങ ലിജു, അവന് ഈ പറയുന്ന ഒരു സംഭവം തോന്നി, അച്ചോടാ എന്നുള്ള സംഭവം തോന്നി. നിങ്ങൾ ഇനി എന്നെ ഒന്നും പറയില്ല, എൻ്റെ മനസ്സിനെ പറയുക അവൻ വിഷയമാണ് ഗൈസ്, സീരിയസ്ലി. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് നല്ലതും പറഞ്ഞുകൂടാ? നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അപ്പം നിങ്ങൾ ആ നല്ലത് കൂടി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നല്ലത് കൂടി കാണാൻ ശ്രമിക്കും. നിങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം നമ്മുടെ അനന്തപുരൻ്റെ കാര്യം തന്നെ പറയാം. അനന്തപുരം വന്ന് നിങ്ങളെ പറ്റിയിട്ട് വീഡിയോ നിങ്ങളാണെങ്കിൽ ഈ പറയുന്ന നിങ്ങളാണെങ്കിൽ ഈ ബ്ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചോ നിങ്ങളുടെ കാര്യം, നിങ്ങൾ പോലീസുകാരെയാണ് നിങ്ങൾ വിട്ടത്. സാധാരണക്കാർക്ക് അങ്ങനെ പറ്റിയെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് അവർ നോട്ട് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കും നിങ്ങളുടെ കാര്യത്തിൽ വിടാനായിരിക്കും നിങ്ങൾ പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ പോലീസുകാരെ വിട്ടു. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു അവർ ആ സ്റ്റാഫുകൾ 10 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി ആ ഒരു സംഭവം വന്നപ്പോഴത്തേക്കിന് ദ സെയിം അനന്തപുരം നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു വിഷയത്തിൽ വീഡിയോ ഇട്ടു. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും നെങ്ക് പറഞ്ഞേക്കുന്ന ആൾക്കാരുണ്ടാവും, നമുക്കറിയില്ല. ബട്ട് ഒട്ടുമിക്ക ഞാൻ കണ്ടേക്കുന്ന എല്ലാ ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട്, ഈവൻ ഞാൻ ഉൾപ്പെടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടത്. അല്ലേ? നിങ്ങൾ അതൊന്നും കണ്ടില്ല, നിങ്ങളെ വിമർശിച്ച് വന്നില്ല. നിങ്ങൾ എന്തോരം വീഡിയോസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് കാണിച്ചു തരാം. റീസെൻ്റ്ലി ഇട്ടേക്കുന്ന ഓബയോസിയുടെ മറവിൽ ദിയാകൃഷ്ണ നടത്തുന്ന വമ്പൻ തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു യുവതി രംഗത്തൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു യുവതി എന്ന് പറയുന്ന കാര്യം, ആ ഒരു വീഡിയോക്ക് നമ്മളെന്താ പറഞ്ഞത്? നിങ്ങളുടെ ഒരു ബിസിനസ് നടത്തുന്ന സമയത്തേക്കിന് അതിന് ആ പ്രോഡക്റ്റിന് എന്ത് വില വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ബാക്കിയുള്ള കസ്റ്റമേഴ്സ് വേണേ വാങ്ങിച്ചാൽ മതി. ദിയാകൃഷ്ണ ഒന്നും അവിടെ ഒന്ന് കുത്തിനെ പിടിച്ച് വാങ്ങണിതൊന്നും പറയുന്നില്ലല്ലോ എന്ന് തന്നെയാണ് നമ്മൾ വീഡിയോക്ക് പറയുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ വീഡിയോ ചെയ്തിട്ടുള്ളത്. പറഞ്ഞു മനസ്സിലായില്ലേ? അതിനകത്ത് നിങ്ങളടുത്ത് വേണ്ടതിനല്ലോ ഞാൻ പറഞ്ഞ. പക്ഷേ ഇത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളാണ് അതിനകത്ത്. ഇപ്പം നിങ്ങളുടെ സ്റ്റാഫുകൾ അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്നുള്ള സംഭവം പറഞ്ഞു. അതിനകത്ത് ഞാൻ എന്താ പറഞ്ഞത്? ദിയാകൃഷ്ണ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? കാര്യം അവർ ദിയാകൃഷ്ണനെ പറ്റിച്ച് പൈസ അടിച്ചുകൊണ്ട് പോയേക്കുന്ന ഒരു സ്കീമായിരുന്നു. അപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് ആ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് ദിയാകൃഷ്ണനെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മളെല്ലാം ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ഈ പറയുന്ന നെഗ് സാധനം അടിയുന്നത് മാത്രമല്ല, ഇപ്പോൾ അതിന് മുന്നേ ഇട്ടേക്കുന്ന ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്ത ആ ഒരു കുട്ടീനെ വിമർശിച്ച ഒരു ലേഡി വന്നിട്ടായിരുന്നു. അപ്പം നമ്മൾ ആ കുട്ടിയുടെ ഒപ്പം നിന്നിട്ടാണ് നമ്മൾ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്താണ് ഇവിടെ പുള്ളിക്കാരെ വിമർശിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡൽഹി പ്രൊട്ടസ്റ്റ് നടന്ന സമയത്തേക്കിന് ആ പ്രൊട്ടസ്റ്റിന് പങ്കെടുത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളത്.
ഓക്കെ. ആൻഡ് ഈ പറയുന്ന തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വസ്ത്രധാരണത്തെ ചൊല്ലിട്ട് ഒരുമാതിരി വൃത്തികെട്ട ചർച്ച അവർ നടത്തിയപ്പോൾ ആ വസ്ത്രധാരണം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം നമ്മളവിടെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി ടൊവിനോ തോമസിനെതിരെ സൈബർ അറ്റാക്ക് വന്ന സമയത്ത് ഇങ്ങനെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ കൊല്ലത്ത് ഒരു വ്യക്തിനെ പോലീസുകാർ ഇടിച്ച് ഇല്ലാണ്ടാക്കിക്കുന്ന വിഷയത്തിൽ ആ മനുഷ്യന്റെ നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ദയാസുജിത്തിന്റെ കേസ് വന്ന സമയത്ത് ഇങ്ങനെ ദയാസുജിത്തിനെ സപ്പോർട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ എത്ര വിഷയങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഒരാളെ ഒക്കെ നെഗടിക്കുക, ഇത് മാത്രമല്ല, വിമർശിക്കുക, ഇത് മാത്രമല്ല, സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് എത്ര വീഡിയോസ് ഉണ്ട്. സോ നിങ്ങളത് കണ്ണ് തുറന്ന് നോക്കുക. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ വീഡിയോ എടുത്തതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ റാൻഡമായിട്ട് അത് പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഒരു സങ്കടം തട്ടിയിട്ട് പറഞ്ഞു പോയിട്ടുള്ളതായിരിക്കാം. പിന്നെ ചിലപ്പോൾ അത് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. ബട്ട് എനിക്കിത് കണ്ടപ്പോഴത്തേക്കിനും ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സംഭവം ഉള്ളിൽ തട്ടിയ ഒരു ഫീൽ തോന്നിയ സംഭവമായിരിക്കാം. നമ്മളത് മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ണു തുറന്ന് അത്തരം കാര്യങ്ങൾ നോക്കുക. നിങ്ങളെ നെഗ് പറഞ്ഞ് മാത്രമല്ല ആൾക്കാർ, നിങ്ങളുടെ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ എത്രയോ ആൾക്കാർ, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും നിങ്ങൾക്ക് ഇത്ര ആൾക്കാർ നിങ്ങൾ ചെയ്യുന്ന ഓരോ വേണ്ടാധീനങ്ങൾ, ഇപ്പം മീൻസ് വേണ്ടാധീനങ്ങൾ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ പോലും ആ സമയത്തും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെ എത്രയോ ആൾക്കാർ വരുന്നുണ്ട്. സോ നിങ്ങൾ ആ സാധനങ്ങളോട് നിങ്ങൾ കണ്ണു തുറന്നാണ്. ഇതിനകത്ത് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, ദിയ നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോസിന് നേരെയാണ്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോ അത് പബ്ലിക്കായി ഇടുമ്പോൾ അതിന് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമൻറ്റ്സ് വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും വരാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുന്നത് നിർത്തൂ. നിങ്ങൾ ശ്രദ്ധയില്ലാതെയും നോക്കാതെയും പറയുന്ന ചില സംസാരങ്ങളാണ് നിങ്ങൾക്ക് പണി തരുന്നത്. അല്ലാതെ മറ്റ് സെലിബ്രിറ്റീസ് നിന്ന് വരുന്നത് പോലെ അവരുടെ പിന്നാലെ നടന്ന് വായിൽ കോലിട്ട് വരുന്നതല്ലല്ലോ. ഇതെല്ലാം തുടക്കത്തിലെ ശ്രദ്ധിക്കണമായിരുന്നു. അത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ്. So yeah, let's all end this video in a very positive note. എന്നെ സ്നേഹിക്കുന്നവരോട് എല്ലാവരോടും I love you all so much. Thank you so much for supporting me all these years. Thank you so much for supporting my family. എല്ലാവർക്കും, എൻ്റെ ഫാമിലിയുള്ള എല്ലാവരെയും ഇന്നും സ്നേഹിച്ച് നിൽക്കുന്നവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലെറ്റ്സ് ട്രൈ ഡൂയിങ് പോസിറ്റീവ് വീഡിയോസ്. ഇപ്പോൾ ദിയ കൃഷ്ണ ജീവിതത്തിൽ എന്തൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്താലോ? അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. വ്യൂ കുറവായിരിക്കും, എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നവർ ചിലപ്പോൾ കുറവായിരിക്കാം. ബട്ട് ദൈവം എന്ന് പറഞ്ഞ ആൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. Maybe you will also get some positive energy out of it. So let's all be kind to everybody. Sorry, I am not a believer. And also ഞാനൊരു ഏത്തിസ്റ്റും അല്ല, ഞാനൊരു ഫ്രീ തിങ്കറാണ്. ഞാൻ ഈ ഒരു കൂട്ടത്തിൽ ഞാൻ പെടുന്നൊരു വ്യക്തിയല്ല. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഓക്കെ. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ ഈ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇട്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ മീൻസ് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞിട്ട് അതേ നിങ്ങൾ തന്നെ ഈ ഒരു പ്രൊമോഷൻ്റെ കൂട്ടത്തിൽ യൂസ് കോഡ് DIA42 to get അഡീഷണൽ 15% ഓഫ്. ഓക്കെ, അവർക്ക് 15% ഓഫ് വാങ്ങിച്ച് കൊടുക്കാനായിരിക്കും ഇല്ലയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞത്. എന്നാൽ പിന്നെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടാൽ മതിയായിരുന്നില്ല, യൂട്യൂബിലിട്ട് എന്തിനാണ്? ഇപ്പോൾ ഇൻസ്റ്റയിൽ നമുക്ക് നേരത്തെ റീൽസ് ബോണസ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. യൂട്യൂബ് പോലെ നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് പൈസ കിട്ടുന്ന ഒരു സംഭവം, ഒരു സ്കീം, ഒരു 6 മാസത്തെ പ്രോഗ്രാം ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അതില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഡിയൻസിന് ഇട്ടാണെങ്കിൽ അവിടെ ഇടായിരുന്നല്ലോ. അല്ല, ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വ്യൂവർഷിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും, നിങ്ങൾ അവിടെ ചെയ്തില്ല, ഇവിടെ ചെയ്തു, അപ്പോൾ പൈസ വേണ്ടിയാണ്. എന്നിട്ട് എന്തിനാണ് ദിയകൃഷ്ണൻ അങ്ങനെ പറയുന്നത്? ഇനി എനിക്ക് തോന്നിയ രണ്ടാമത്തെ കാര്യം, അതായത് ഈ ഒരു പ്രൊമോഷൻ്റെ ഈ ബ്രാൻഡ് ഡിമാൻഡ് ചെയ്യുന്ന വ്യൂവർഷിപ്പിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ അടുത്താണ് യൂട്യൂബിലെ പ്രൊമോഷൻ്റെ കുറേ കോൺടാക്ട് ആയിരുന്നത്. എനിക്ക് നോർമലി ഇൻസ്റ്റാഗ്രാമിലാണ് പ്രൊമോഷൻ്റെ സംഭവങ്ങളൊക്കെ എന്നെ ബ്രാൻഡൊക്കെ കോൺടാക്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വരാറുള്ളത്. മിക്കതും നമ്മൾ ചെയ്യാറില്ല, ചിലത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പിന്നെ ഈ യൂട്യൂബിലോട്ട് വരുന്ന സമയത്തേക്ക് ഞാൻ കണ്ട മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു വ്യൂവർഷിപ്പ് ഡിമാൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു ലക്ഷം വ്യൂസ് ആണെന്നുള്ളത് വിചാരിക്കുക. നമ്മളുടെയൊക്കെ ഒരു അക്കൗണ്ട് പോട്ടെ, ഇവരുടെ അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം വ്യൂസ് ആണെന്നുള്ളത് നിങ്ങൾ വെറുതെ വിചാരിക്കുക. അപ്പം ഈ ഒരു 5 ലക്ഷം വ്യൂസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവർ പറയും 5 ലക്ഷം വ്യൂസ് നമുക്ക് ഇത്രയും ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു പ്രൊമോഷൻ ഇത് ചെയ്യുമ്പോൾ അത്രയും കിട്ടണം എന്നുള്ളത് അവർ പറയുകയാണ്. അപ്പോൾ ഈ 5 ലക്ഷം വ്യൂസ് ചിലപ്പോൾ ഒരു ഒറ്റ വീഡിയോയ്ക്ക് ചിലപ്പോൾ കിട്ടി എന്നുള്ളത് വരത്തില്ല. ഇപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു 2 ലക്ഷം 2.5 ലക്ഷം വ്യൂസ് ആണ് കിട്ടുന്നതെന്നുള്ളത് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ 5 ലക്ഷം വ്യൂസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത വീഡിയോ ഇട്ടിട്ട് അതിനകത്തുനിന്ന് ഒരു 2-2.5 ലക്ഷം വ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് സെയിം പ്രോഡക്റ്റ് അതിനകത്ത് നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വീഡിയോക്കകത്ത് ചെയ്ത് അതേ പ്രൊമോഷൻ ചെയ്തേക്കുന്ന ആ ബ്രാൻഡ് ഏതാണോ അത് സെയിം തന്നെ നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് വീണ്ടും നമ്മളത് കാണിക്കേണ്ടി വരും. ആ വീഡിയോ ഒരു 2-2.5 ലക്ഷം വ്യൂസ് കയറിയിട്ട് മൊത്തം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 5 ലക്ഷം ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടാർഗറ്റ് അച്ചീവ് ആയി. ആ ഒരു വ്യൂവർഷിപ്പ് അവർ ബ്രാൻഡ് ഡിമാൻഡ് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഒറ്റ വീഡിയോക്കകത്ത് ഇത്രയും കയറണം. ഓക്കെ, അപ്പോൾ ഇവരുടെ അടുത്ത് ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാട്രസ് അല്ലേ, അപ്പം അവരുടെ അടുത്ത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്ക് അറിയത്തില്ല. അവരും ആ ഒരു ബ്രാൻഡുമായിട്ടുള്ളൊരു
പരിപാടികളാണ്, നമുക്കതിനെ പറ്റിയിട്ട് അറിയത്തില്ല. ബട്ട് അങ്ങനെയാണെങ്കിലും ഇപ്പം ഈ ഒരു വീഡിയോയ്ക്ക് മാക്സിമം വ്യൂവർഷിപ്പിലോട്ട് വരാനെ കൊണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം റിയാക്ഷൻ വീഡിയോയുടെ കാര്യത്തിൽ പറ്റിയിട്ട് ഇങ്ങനെ സംഭവിച്ചത്. വീണ്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വീണ്ടും പറയുന്നത് വീണ്ടും ചാനലിലോട്ട് വീണ്ടും വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു വീഡിയോ കാണാനെ കൊണ്ട് ചാനലിലോട്ട് വീണ്ടും എൻഗേജ്മെൻറ്റ് ഉണ്ടാവുക. ആ സംഭവങ്ങളൊക്കെ വിചാരിച്ച് വ്യൂവർഷിപ്പ് കൂടും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എന്തെങ്കിലും സ്കീമാണെന്നുള്ളൊരു ഡൗട്ടാണ്, ഒരു ഡൗട്ട് മാത്രമാണ്. നിങ്ങൾ ഇത് എടുക്കുക വേണ്ട, വെറും ഡൗട്ട് മാത്രമാണ്, തോന്നിയൊരു സംഭവമാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ പറഞ്ഞേക്കുന്ന നിങ്ങൾ ഇത്ര ക്രൂവൽ റൂഡ് ഇതൊക്കെ നിങ്ങൾ അതിനകത്ത് പറഞ്ഞപ്പോഴത്തേക്കും സത്യം പറയാമല്ലോ, എൻ്റെ മനസ്സ് ആ കശ്മലിന് ഒന്ന് അലിഞ്ഞു പോയി എന്നുള്ള കാര്യം ഉള്ളതാണ്. പക്ഷേ നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ ആണ്, നമ്മൾക്ക് ഇതിനകത്ത് ഇതൊക്കെ പരിപാടികളൊക്കെ വരും. നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുക, നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക, ഇതിട്ട് കഴിഞ്ഞാൽ ഇതിവിടെ പറയണം. ഇത് ഇപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, അയ്യോ ഇത് ഞാൻ പറഞ്ഞ ഇച്ചിരി ഇതായി പോയല്ലോ, കേൾക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും, ഓക്കെ നമുക്കത് വേണ്ട, ട്രിം ചെയ്ത് കളഞ്ഞേക്കാം. ഇത് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരത്തില്ല. ഓക്കെ, നിങ്ങൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇപ്പോഴത്തെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് ഇത്രയും കണ്ടിട്ട് തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.